ഇന്ന് പരിപ്പ് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ദോശ, ഇഡലി, ചപ്പാത്തി, പൂരി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി കറിയാണ് ഈ പരിപ്പ് വെച്ചിട്ടുണ്ടാക്കാൻ പോകുന്ന ഈ കറി. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന പരിപ്പാണ്. പരിപ്പ് ഞാൻ നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, തക്കാളി, ചിക്കൻ മസാല, വെളിച്ചെണ്ണ, ഒരു വലിയ ഉള്ളി, മുളക് പൊടി, ഒരു 8 ഇതള് വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് കീറിയിട്ടത്, പിന്നെ ഗരം മസാല, ജീരകം, പിന്നെ കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ ഇത് മല്ലിയിലയുടെ അതേ ഫ്ലേവറിലുള്ള ഒരു ഇലയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ നാട്ടിൻപുറത്ത് പറയുന്നത് ആഫ്രിക്കൻ മല്ലി എന്നാണ്. അപ്പോൾ ഈ ഇല കിട്ടാത്തവരാണെങ്കിൽ സാധാരണ മല്ലിയില എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൻപുറത്തെ ഷോപ്പുകളിൽ മല്ലിയില എപ്പോഴും ഒന്നും കിട്ടില്ല. അതിന് നമ്മൾ ടൗണിൽ തന്നെ പോകണം. അപ്പം ഈ ഒരു അവസരത്തിൽ ടൗണിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു മല്ലിയിലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആഫ്രിക്കൻ മല്ലിയിലയാണ് ഈ കറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മല്ലിയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിയില ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇനി ഇത് ചെയ്യേണ്ടത്, നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പരിപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മുത്ത് വരണം. ജീരകം ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഉള്ളി ഇട്ടു. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടുക. ഈ ഉള്ളി ഇട്ട് നമുക്ക് തക്കാളി ഇട്ടേക്കാം. തക്കാളി ഇടാം. തക്കാളി ഇട്ട് ഉള്ളിയും തക്കാളിയും ഇട്ടു. ഇനി നമുക്ക് വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. ചതച്ചിട്ട് എടുത്ത് വെച്ച വെളുത്തുള്ളിയാണ്. ഇപ്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചേർത്തിളക്കുക. ഇത് ചേർത്തിളക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം പോകാതെ നമുക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്.
അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. അതായത് കുറച്ചെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെയുള്ള ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ നല്ല മണമൊക്കെ നല്ല അടിപൊളി മണമുള്ളതെന്ന് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നമുക്ക് നന്നായിട്ടൊന്ന് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ച മല്ലിയിലയില്ലേ, ആഫ്രിക്കൻ മല്ലിയില, അതാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഈ മല്ലിയില ഇല്ലെങ്കിൽ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കുകയും ചെയ്യാം, ഒന്നും പ്രശ്നമല്ല. അതിന് ശേഷം എന്താ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ.